വളരെയേറെ നാളുകളായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ഇതുമായി ബന്ധപ്പെട്ട് കേസിലെ 7ാം പ്രതി എന്ന നിലയിൽ ജനപ്രിയ നായകനെന്ന മലയാള സിനിമയിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട നടനായ ദിലീപും ഉണ്ട് എന്നതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ വസ്തുത. കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുകയും നടിയെ അപമാനപ്പെടുത്തുകയും ചെയ്തു, അത് വീഡിയോ എടുക്കുകയും ചെയ്തുവെന്നും ഇത് പിന്നീട് എല്ലാവരെയും കാണിക്കുകയും അതിൻ്റെ പകർപ്പ് പലയിടത്തായി എത്തിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും നാളെ മുതൽ ഇതിൻ്റെ അന്തിമഘട്ട കേസിലേക്ക് നീങ്ങുകയാണ്. 2024 കേസ് അവസാനിപ്പിക്കണമെന്നുള്ള ഓർഡറിൽ തന്നെ ഇപ്പോൾ ഈ കേസിൻ്റെ അന്തിമ വിധിയും അന്തിമ വിസ്താരവും നാളെ മുതൽ കേൾക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് നാളെ മുതൽ കോടതിയിൽ ഉണ്ടാകും. അതാണ് ഏറ്റവും പുതിയ വാർത്തയായി തന്നെ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ദിലീപിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും പറയാൻ പല അഭിപ്രായങ്ങളാണ്. കാരണം ഒരുപാടാണ് എന്ന് പറഞ്ഞേ മതിയാകും. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും ദിലീപ് ഒരു നിരപരാധിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ശബരിമല ദർശന വിവാദം പോലും കഴിഞ്ഞ ദിവസം ദിലീപിനെ കുരുക്കിലാക്കിയിരുന്നു. ശബരിമലയിൽ പോലും ദിലീപ് എത്തിയതും ദിലീപ് പ്രാർത്ഥിക്കാൻ നിന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായ വാർത്തയായിരുന്നു. നാളെ ഇനി അവസാന നാളുകൾ എണ്ണി തീർക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ദിലീപിന് കേസുമായിട്ടുള്ള ബന്ധം തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ 7ാം പ്രതി എന്നിട്ടിരിക്കുന്നതിന് ഇനി ഒന്നെങ്കിൽ പ്രതികൾ പട്ടികയിൽ കൂടാം, അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ നിന്ന് മാറാം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് കാത്തിരിക്കുകയാണ് എല്ലാവരും എന്ന് പറഞ്ഞേ മതിയാകും. ദിലീപിനെ ശബരിമലയിൽ പോലീസ് സഹായിച്ചിട്ട് ആദ്യ നിരയിലെത്തി കടത്തിവിട്ടതൊക്കെ തന്നെയും ദേവസ്വം ബോർഡിന് നിരവധി വാർത്തകൾ വന്നിരുന്നു. ശബരിമലയിൽ ദിലീപിൻ്റെ VIP ദർശനമായിരുന്നു എല്ലാവരുടെയും പ്രധാന പ്രശ്നമായി മാറിയിരുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെ പലതും വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയാം. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുമായി ബന്ധപ്പെട്ട വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദിലീപിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ കൂടി ഏൽക്കുന്നത്. ഇപ്പോൾ തന്നെ ദിലീപിനെക്കുറിച്ചും ദിലീപ് പ്രതിയാണെന്നും വിശ്വസിച്ച് നിരവധി പേർ നിൽക്കുന്നുണ്ട്. എന്നാൽ ദിലീപിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലും പലരും ഇതിനിടയിൽ സംസാരിക്കുന്നുണ്ട് എന്ന് പറയാം. ഇത്രയും വർഷമായിട്ടും ദിലീപ് പ്രതിയാണ് എന്ന് എവിടെയും തെളിയിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യവും പറയാൻ സാധിക്കില്ല എന്ന് എടുത്തു പറയുന്നുണ്ട്. ദിലീപ് പ്രതിയാണെന്ന് ഇതുവരെ തെളിയിക്കാൻ സാധിക്കാത്തതും ദിലീപിന് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് പോലും പറയാൻ സാധിക്കാത്തതും അദ്ദേഹം തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഇത്രയും പേർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയാം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ നാളെ മുതൽ അവസാനവാദം കേൾക്കാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഇത്രയും വർഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശസ്തമായ കേസ് മറ്റെവിടെയും ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന പ്രതിയും ഇരയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ആ കേസിനോട് ഇത്രമാത്രം ആത്മാർത്ഥത. അതുപോലെ തന്നെ തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ പാവമെന്നും തങ്ങളെ കുടുകുടാ ചിരിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്ത ദിലീപ് പ്രതിയാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളുടെ മനസ്സുകൂടിയാണ് ഈ കേസിലേക്ക് നോക്കിക്കാണുന്ന പ്രധാനപ്പെട്ട വിഷയം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.